എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഫ്രണ്ട്സ്, നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓവനൊന്നും ഇല്ല, എനിക്ക് ഓവനൊന്നും ഇല്ലാണ്ട് ഞാൻ കുക്കറിനകത്താണ് കേക്ക് ഉണ്ടാക്കാൻ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം. നമുക്കതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ കപ്പിൽ ഒരു ബൗളിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് സോഡാ പൗഡർ, പിന്നെ ഇത്തിരി പഞ്ചസാര പൊടിച്ചത്. ഞാൻ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇത് വാനിലയുടെ എസൻസാണ്. ഇതും ഈ സ്പൂണിന് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കും. പിന്നെ കശുവണ്ടിപ്പരിപ്പും ഇത് നമ്മൾ ആ പൊടിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കും. കശുവണ്ടിപ്പരിപ്പ് മേളിൽ ഭംഗിക്ക് വയ്ക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് മുട്ട, പിന്നെ ഡ്രൈ ഫ്രൂട്ടാണ് വേണ്ടത്. അതിൽ മുന്തിരിയുണ്ട്, ചെറിയുണ്ട്, ഡ്രൈ ഫ്രൂട്ടും മാത്രമേ ഇതിലുള്ളൂ, വേറൊന്നുമില്ല. ഇതിൽ ബദാം കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം, ഞാനത് ഇട്ടില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇനി ഈ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാകാനായിട്ട് തീ കൂട്ടി തന്നെ ഇടുക. തീ കൂട്ടിയിട്ട് നല്ലോണം ചൂടായി എന്ന് കാണുമ്പോൾ അതിന് ചേർക്കാനായിട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ ചീൻചട്ടി ഇട്ട് ഇത് ലായനിയാക്കി എടുക്കുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നാൽ മതി, ഇത് ലായനി ആയിക്കോളും. എന്നിട്ട് ഇത് ഇളക്കി ആ ലായനി കുറച്ച് നേരം ഇളക്കുമ്പോൾ ആ പിന്നെ കേക്കിന് വേണ്ട ആ നിറം, മെറൂൺ നിറം, ബ്രൗൺ കളർ വരണ്ടേ, ആ ബ്രൗൺ കളർ വരാനായിട്ട് ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ലായനിയായി വരുന്നതേ ഉള്ളൂ, വരട്ടെ. ബ്രൗൺ കളർ കുറച്ചേ ആയുള്ളൂ. നമ്മൾ നല്ലോണം ഇങ്ങനെ ഇട്ട് ഇത് പറ്റിയ പോലെ ആകും, ഇതിൽ പാട പോലെ പിടിക്കുക, അതുവരെ നമ്മൾ കാണിക്കണം. അപ്പം നല്ല ബ്രൗൺ കളർ വരും. ഇതിൻ്റെ തീ ഞാൻ കുറച്ചിട്ടു കേട്ടോ, നല്ലോണം ചൂടായി അരിത്ത് കഴിഞ്ഞപ്പോൾ തീ ഞാൻ കുറച്ചിട്ടു. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അത് പിടിക്കും, അതാണ്. ആ വെളുത്ത പഞ്ചസാര ഇതായി വന്നപ്പോൾ ബ്രൗൺ കളറായി തന്നെ ഉണ്ടോ. ഇനി ഞാൻ ഈ വെള്ളം മുഴുവനും ഒഴിക്കണില്ല, കുറച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതായത് ഇങ്ങനെ പാട പോലെയായി, അത് നമുക്ക് ഇങ്ങനെ ഇളക്കി അലിപ്പിച്ചെടുക്കാവേ. ഞാൻ ആ സ്പൂണൊന്ന് മാറിയേ, എൻ്റെ കൈ പൊള്ളി, അത് കാരണം സ്പൂണൊന്ന് മാറി, എടുത്ത സ്പൂൺ ചെറുതായിപ്പോയി. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മൾ തീയൊന്നും കൂട്ടിയിട്ട് കൊടുക്കുക. തിളച്ചിട്ടുണ്ട്, ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിത് തീ കെടുത്തുവാണ്. നമ്മൾ എടുത്തു വച്ചേക്കണ ഈ ഫ്രൂട്ട്സിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇത് അവിടെ 10 മിനിറ്റോ 15 മിനിറ്റോ ഇരുന്നോർത്ത് കുഴപ്പമില്ല. അത് ആ പഞ്ചസാര അതിൽ ആ മധുരം നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. മുട്ട ഈ ജാറിനകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടാണ് നമ്മൾ അത് അടിച്ചെടുക്കുന്നത്. എങ്കിലും നല്ലോണം ഇതായി. അഞ്ച് മുട്ടയാണ് എടുത്തത്. ഞാനിതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കട്ടെ. നമ്മളിത് മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ഈ മൈദക്കകത്തോട്ട്. അതുപോലെ സോഡാ പൗഡറും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ. വലിയ സ്പൂണല്ല, ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്.
ഒന്ന് പതിയെന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ട അടിച്ചു വെച്ചേക്കുന്നതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച്, ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നത് അടിക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും, കുഴാന്ന് കട്ട പിടിക്കും. കട്ട പിടിക്കാതിരിക്കാനാണ് ഇത്. ഞാൻ ഒന്നുകൂടി അടിച്ചിട്ട് വരട്ടെ മിക്സിയിൽ ഇട്ട് ഞാൻ കൊടുത്ത മുഴുവൻ. എന്നതിന് ശേഷം ഈ വാനിലയുടെ എസൻസ് 1 സ്പൂൺ ഒഴിച്ചു. അത് ഞാൻ ആദ്യം കാണിച്ചതാണ്, അപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് 1 സ്പൂണ് ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ എടുത്ത്. പിന്നെ നമ്മൾ ബ്രൗൺ കളറാക്കിയ പഞ്ചസാര, ഇതിന് മധുരം കൂടില്ല, അതിന് ഇത്തിരി പഞ്ചസാര പൊടിച്ച് വെച്ചതും കൂടി നമ്മൾ അതിനായിട്ട് പൊടിച്ച് വെച്ചിരുന്ന അതും കൂടി ഇതിലോട്ടിടുവാണ്. ഇനി ഇതൊന്നുകൂടി അടിച്ചെടുക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ 2 ഗ്രാമ്പൂവും ചെറിയ 2 കഷ്ണം കറുവാപ്പട്ടയും ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ അടിക്കുകയാണ്. കേക്കിൻ്റെ ബാറ്റർ അടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതിട്ട് കൊടുക്കണം. നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി പഞ്ചസാര ലായനിയിലിട്ട് വെച്ചിരുന്നതാണ്, അത് നമ്മൾ ഇതിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സ്പൂൺ ചെറിയ സ്പൂണാണ്, ടീസ്പൂൺ ഇടാൻ വേണ്ടി എടുക്കുക. നമ്മളിട്ട് ഇളക്കുവാണ് നല്ലോണം. ഈ ജാറിനകത്ത് വെച്ചിട്ട് എനിക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിട്ട് മുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ബൗളിലോട്ട് പകർത്തിയതാണ്. ഇതാണ് അതിൻ്റെ പരുവം. എന്താ, ഇനി ഇത് നമ്മൾ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് കത്തിച്ച് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വെക്കണേന്ന്. കുക്കർ കത്തിക്കുമ്പോൾ, അല്ല, ഗ്യാസ് കത്തിക്കുമ്പോൾ തന്നെ തീ കൂടുതലിട്ടാണ് കത്തിക്കുന്നത്. അതിന് മൈദ പിടിച്ചിരിക്കണം. ഇതുപോലത്തെ ഒരു ചരുവം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ കൂട്ടിയാണ് ഇട്ടേക്കണേ. അതൊന്ന് നല്ലോണം ചൂടാകട്ടെ. അതിനകത്ത് പാകമുള്ള ഏത് പാത്രവും ഇങ്ങനെ വയ്ക്കുക. ഇത് നല്ല തീ പോലെ ചൂടായിട്ടിരിക്കുകയാണ്. കൈയൊന്നും മുട്ടരുത്. കൈ മുട്ടാതെ നമ്മൾ വേറൊരു പാത്രം അതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കുക. കൈ മുട്ടരുത്, മുട്ടിയാൽ പൊള്ളും, എൻ്റെ കൈയും പൊള്ളും. എന്നിട്ട് ശകലം പാമോയിൽ ഞാൻ ഈ പാത്രത്തിൽ തൂത്ത് കൊടുത്ത്, അത് എന്ത് സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ എന്ത് പാത്രമാണേലും ഇത്തിരി പാമോയിൽ തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വച്ചേക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഏത് പാത്രമാണ് വയ്ക്കുന്നതെങ്കിലും അതിൻ്റെ പകുതിയെ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളേ. എന്നുവെച്ചാൽ ഇത് ഇതായി വരും, കേക്ക് വീർത്ത് വരൂലേ. എന്നിട്ട് നമ്മൾ അതിനകത്തിൻ്റെ മേളിൽ ഓരോ കശുവണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ തീ കുറയ്ക്കുവാണേ. കുറച്ചിട്ട് ഞാൻ ഈ വെയിറ്റ് ഒന്നും എടുക്കണില്ല, അത് അതിൽ തന്നെ കിടക്കുവാണ്. ഇത് അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് തീ കുറച്ച് വെച്ച വഴി 40 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കരുത്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. വെച്ചിട്ട് 40 മിനിറ്റായി. ഞാൻ തീ കെടുത്തി ഞാനിതൊന്ന് എടുത്തങ്ങോട്ട് വെച്ചിട്ട് തുറന്ന് നോക്കാം. ഇതിൽ ഏറൊന്നുമില്ല. ഇത് നമുക്കപ്പം തന്നെ തുറക്കാം. ചൂടുണ്ട്, കൈ പൊള്ളരുത്. ഇതാ കേക്ക് നല്ല പാകത്തിന് പൊങ്ങിയത്, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ചൂടാണ്. ആ കേക്ക് എടുത്ത് നല്ല സോഫ്റ്റായ കേക്കാണ്. കണ്ടോ, വെറുതെ ഇച്ചിരി പാമോയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു വെച്ചുള്ളൂ. കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റായ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കേക്ക് ഇച്ചിരി മുറിച്ച് കാണിക്കാം. ഇതുണ്ടോ,
നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കേക്ക് തന്നെ. പിന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ടില്ല, അടുപ്പത്തുണ്ടാക്കി. അങ്ങനെ ഒരു ഇത് മാത്രമേ ഇതിനുള്ളൂ. എന്നാലും നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.